ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവൻ്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്താണ്? അബ്രഹാമിൻ്റെ 7 വിധ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് അല്ലേ? അബ്രഹാം എന്തുകൊണ്ടാണ് ആ 7 വിധ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടയായ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ആ പഠനത്തിൽ നമുക്ക് പൂർണ്ണമായും മനസ്സിലായത് എന്താണ്? അബ്രഹാം ഏക ദൈവ വിശ്വാസിയായിരുന്നു എന്നുള്ള കാര്യമാണ്. അതെ, ഊരിൽ നിന്ന് അവൻ പോരുമ്പോൾ എന്താണ്? അനേകം ദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്നവൻ ഏക ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറെടുത്തപ്പോൾ അവൻ്റെ ജീവിതം അനുഗ്രഹമായി തീർന്നു. കാരണം മച്ചി എന്ന പേരുണ്ടായിരുന്ന സാറയ്ക്ക് എന്താണ്? ഇസഹാക്ക് എന്ന വാഗ്ദത്ത പൈതലിന് ലഭിക്കുവാൻ കാരണമായത് എന്താണ്? ഏക സത്യദൈവത്തെ ആരാധിക്കുവാൻ അവന് കഴിഞ്ഞത് കൊണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ അബ്രഹാം പറയുന്നത് കേട്ട് അനുസരിച്ചു, ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ അവൻ എന്ത് ചെയ്തു? വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് അല്ലേ? എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നിങ്ങൾ ദൈവം പറയുന്നത് ഉവ്വ എന്ന് പറഞ്ഞു കേൾക്കുവാൻ തയ്യാറായാൽ അവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കാരണം പുറകോട്ട് മാറരുത്. കാരണം ദൈവത്തെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ഏക ദൈവത്തിൽ തന്നെ ആരാധിച്ചുകൊണ്ട് ആ ഏക ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. അബ്രഹാം പിതാവിൻ്റെ ജീവിതം അതാണ് പഠിപ്പിക്കുന്നത്. അവൻ ഏക ദൈവ വിശ്വാസിയായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ മറന്നു പോകരുത് അല്ലേ? നമ്മൾ കണ്ടു എന്താണ്? അവൻ അധികാലത്തെ എഴുന്നേറ്റു എന്നാണ് അബ്രഹാം പിതാവിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ അല്ലെ. 22-ന്റെ 3 വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കും. അവൻ അധികാലത്ത് എഴുന്നേറ്റു. പണ്ടൊക്കെ അവന് സാറയോട് ആലോചിക്കും, ബാക്കിയുള്ളവരോടൊക്കെ ആലോചിക്കും. പക്ഷെ ഈ പ്രാവശ്യം താൻ ഒരൊറ്റ വാക്ക് കേട്ടു, ആ വാക്കിനെ അനുസരിച്ചു, അധികാലത്ത് എഴുന്നേറ്റു. ഭാര്യയോട് ചോദിച്ചില്ല, മകനോട് ചോദിച്ചില്ല, ആരോടും ഒന്നും പറഞ്ഞില്ല, താൻ ഇറങ്ങി തിരിച്ചു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവം പറയുന്നത്, അടിയനിതാ ഞാനിത് കേൾക്കുന്നു, ഞാനിത് ചെയ്യുവാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം, നിങ്ങളെ വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിക്കുന്ന ദൈവമാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ആ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അവൻ നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തളരാതെ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അല്ലെ, നമ്മൾ ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു അല്ലെ. നമ്മളെ ഒരിക്കലും അവൻ ദോഷത്തിൽ പരീക്ഷിക്കത്തില്ല. അവന് നമ്മളെ ശോധന ചെയ്യും. എന്തിനാ ശോധന ചെയ്യുന്നത്? നമ്മളെ പ്രാക്ടീസ് ചെയ്തെടുക്കുകയാണ് അവൻ്റെ രാജ്യത്തിന് വേണ്ടി അല്ലെ. ഇന്നലകളിൽ നമ്മൾ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നുകളിൽ ഓർക്കുമ്പോൾ ഈ പ്രയാസം എന്താ മാറാത്തത്, ഈ വേദന എന്താണ് മാറാത്തത് എന്ന് എന്നെ കേൾക്കുന്ന പലരും ചിന്തിക്കുകയാണ്. ഈ വേദന എന്താ മാറാത്തത്, ഈ സങ്കടം എന്താ മാറാത്തത് എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ അബ്രഹാം പിതാവിൻ്റെ സങ്കടം മാറ്റിയ ദൈവം നിങ്ങളുടെ സങ്കടവും മാറ്റാൻ ശക്തനായ ദൈവമാണ്. കാരണം നിങ്ങളുടെ ഏത് സങ്കടത്തിലാണ് നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ഉവ്വ എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് കേട്ടാൽ നിങ്ങളെ അവൻ മാനിക്കുന്ന ദൈവമാണ്, നിങ്ങളെ സഹായിക്കുന്ന ദൈവമാണ്, നിങ്ങളെ മറന്നു കളയുന്ന ദൈവമല്ല എന്നാണ് അബ്രഹാം പിതാവിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ. കാരണം അബ്രഹാം കേട്ടു. ഈ പ്രാവശ്യം ഭാര്യയോട് ആലോചിച്ചില്ല അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഭാര്യയോട് ആലോചിച്ചുകൊണ്ടാണ് ഹഗ്ഗാറിൽ എന്താണ് ഒരു പുത്രനുണ്ടായി
അല്ലെ, ഇസ്മായേൽ ഉണ്ടായി. അതുകൊണ്ടാണ് ആരോടും ആലോചിക്കരുത്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനെ കേൾക്കുവാൻ നിങ്ങൾ തയ്യാറായ ഉവ്വ എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. കാരണം അബ്രഹാം പിതാവ് ആരോടും ആലോചിക്കാതെ അല്ലേ, മകനോട് ചോദിച്ചില്ല, ഭാര്യയോട് പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ രണ്ടുപേരെയും തന്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി. അല്ലേ, കാരണം ദൈവം പറഞ്ഞത് അനുസരിക്കുവാൻ താൻ തയ്യാറായി എന്നുള്ള അത് കാണിക്കാൻ തുടങ്ങി. അല്ലേ, കാരണം ദൈവം ഒരാളെ പ്രാക്ടീസ് ചെയ്തെടുക്കുകയാണ്. തന്റെ രാജ്യത്തിന് വേണ്ടി കൊള്ളാവുന്നവനാക്കി തീർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. നമ്മുടെ ദൈവം ഒരിക്കലും മറന്നു കളയുന്ന ദൈവമല്ല. നമ്മൾ പൂർണ്ണമായും നമ്മളെ മാറ്റിയെടുക്കും അവന്റെ രാജ്യത്തിന് വേണ്ടി. കാരണം അവൻ വിശ്വസിക്കുന്നവരെ അവൻ പൂർണ്ണമായി മാറ്റിയെടുക്കും. അവൻ നമ്മളെ പരീക്ഷ നോക്കും, നമ്മൾ എങ്ങനെയുണ്ട്. അല്ലേ, നമ്മള് ഒരിടത്ത് ജോലിക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ജോലിയിലെ മെയിൻ മുതിർന്ന ആള് നമ്മളെപ്പോഴും എന്ത് ചെയ്യും, നോക്കും. അവൻ എങ്ങനെയുണ്ട്, വിശ്വസ്തനാണോ, ഈ കമ്പനിക്ക് കൊള്ളാമോ എന്നൊക്കെ നോക്കൂലേ. എന്ന് പറഞ്ഞതുപോലെ ദൈവം തനിക്ക് കൊള്ളാവുന്നവനാണോ എന്ന് നമ്മളെ പരീക്ഷിച്ചു നോക്കും. അങ്ങനെയൊരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ആ ദൈവം നമ്മളെ എന്ത് ചെയ്യത്തില്ല, മറന്നു കളയത്തില്ല. അവന് വേണ്ടി നമ്മൾ നിന്നാൽ ഈ അബ്രഹാമിനെ അനുഗ്രഹിച്ച പോലെ നിങ്ങളെയും അനുഗ്രഹിക്കാൻ അവൻ ശക്തനായ ദൈവമാണ് എന്ന് ഞാനിവിടെ പറയുകയാണ്. അല്ലേ, അബ്രഹാം എല്ലാം ദൈവം പറഞ്ഞതുപോലെ ക്രമീകരിച്ച്, ദൈവം പറഞ്ഞതുപോലെ എല്ലാം ചെയ്ത്, അല്ലേ, ശ്രദ്ധിക്കണം. അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാർ രണ്ടുപേരെയും തൻ്റെ മകൻ ഇസ്ഹാക്കിനെയും കൂടി ഹോമയാഗത്തിന് വിറകും കീറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. അപ്പൊ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറാണ്. അബ്രഹാം പിതാവ് തയ്യാറായിരുന്നു. അല്ലേ, ആ 100-ാമത്തെ വയസ്സിൽ തന്ന പൈതലിനെ യാഗം കഴിപ്പിക്കണമെന്ന് പറയുകയാണ്. അല്ല, നിങ്ങളാണ് സമ്മതിക്കുവോ? സമ്മതിക്കത്തില്ല. ഇപ്പൊ സാറയോടെങ്ങാനും പറഞ്ഞിട്ട് സാറ ഒട്ടും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അബ്രഹാം ആരോടും ആലോചിക്കാൻ പോയില്ല. കാരണം ദൈവം അവനെ അതുപോലെ പ്രാക്ടീസ് ചെയ്യുകയാണ്. അതുപോലെ അല്ലേ, ശിഷ്യന്മാരെയൊക്കെ നമ്മള്, യേശുകർത്താവിന്റെ ശിഷ്യന്മാരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കർത്താവ് അവൻ രാജ്യത്തിന് വേണ്ടി അവരെ തയ്യാറാക്കി എടുക്കുകയാണ്. കാരണം ശീമോൻ പത്രോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു പിന്മാറ്റം അയാൾക്കുണ്ടായിരുന്നു. അല്ലേ, എപ്പോഴും ഭയം. അല്ലേ, 3 പ്രാവശ്യം തള്ളി പറയുമെന്ന് പറഞ്ഞു, തള്ളിപ്പറഞ്ഞു. അവൻ തള്ളിപ്പറഞ്ഞവൻ ഇതാ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായിട്ട് മരിക്കുന്നു. അപ്പോ ദൈവം ഒരാളെ ഒരുക്കി തീർക്കുന്ന എന്ത് വലിയൊരു കാര്യമല്ലേ. ശീമോൻ പത്രോസ് അല്ലെ, ഉറപ്പില്ലാത്ത വിശ്വാസിയായിരുന്നു അവന്. പക്ഷേ അവസാനമായപ്പോ കർത്താവിന് വേണ്ടി പോരാടി. അങ്ങനെ ഒരു ദൈവദാസനായി മാറി പത്രോസ് എന്ന് പറയുന്നത് പോലെ തന്നെ അബ്രഹാമിനെ ഇവിടെ ദൈവത്തെ മാത്രം അനുസരിക്കുന്ന ഒരു പൈതലാക്കി ദൈവം അവനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അല്ലെ, ആരോടും ചോദിക്കാൻ പോയില്ല. അവൻ സ്വന്തം പിതാവിനെ അനുസരിക്കുന്നത് പോലെ അവൻ അനുസരിച്ചു. ആരെ? ദൈവത്തെ അനുസരിച്ചു. അല്ലേ, കാരണം ഏക സത്യ ദൈവത്തെ അവൻ അനുസരിച്ചു. ആ അനുസരണ അവന് അനുഗ്രഹമായി തീരുകയാണ്. അതുകൊണ്ട് തന്നെയും അവനിപ്പോ എന്ത് ചെയ്യുകയാണ്? ഇപ്പോ പറഞ്ഞ പോലെ കേൾക്കാൻ പോവുക. എന്താണ്? ഹോമയാഗം കഴിക്കാൻ പോവുകയാണ്. ആരെ? തൻ്റെ 100-ാമത്തെ വയസ്സിൽ തനിക്ക് തന്ന പൈതലിനെ താൻ യാഗമർപ്പിക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ. ഒരു പിതാവ് തയ്യാറാവുമോ? പക്ഷേ തനിക്ക് തന്ന ആ അനുഗ്രഹം, വാക്ക് പറഞ്ഞാൽ മാറാത്തവനായ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ താൻ അതുപോലെ അനുസരിക്കുമെന്ന് താൻ ദൈവത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ് അബ്രഹാം പിതാവ്. നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാൻ കഴിയുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യുന്ന ദൈവമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോ ഹോമയാഗത്തിനുള്ള വിറക് കീറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. അല്ലെ, 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അല്ലേ, 3 ദിവസം യാത്ര ചെയ്തു എന്നുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലേ, ഇവന് ഹോമയാഗം കഴിപ്പിക്കാൻ മകനെ. അല്ലേ, 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ യാഗം കഴിക്കാനുള്ള സ്ഥലം 3-ാമത്തെ ദിവസമാണ് അബ്രഹാം കണ്ടല്ലേ. വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തി 3-ാമത്തെ ദിവസം അവിടെ അബ്രഹാം കാണുന്നത്. അപ്പൊ അത്ര ദൂരെയുള്ള സ്ഥലമായിരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അല്ലേ,
ദൂരത്ത് നിന്ന് സ്ഥലം കണ്ടു. 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതിയുമായി ഇവിടെ ഇരിപ്പി, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു വരാം. അപ്പോ എന്ത് ചെയ്തു? അബ്രഹാം ബാല്യക്കാരനോട് പറഞ്ഞു, നിങ്ങൾ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. അപ്പം അബ്രഹാം ഇത് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അബ്രഹാം ആളുകളെല്ലാം മാറ്റി നിർത്തി താനും മകനും മാത്രമേ അവിടെ ഉള്ളൂ. കാരണം ബാല്യക്കാർ കണ്ടാൽ ചിലപ്പം അബ്രഹാമിനെ ചിലപ്പോൾ ഇതിന്ന് പിന്തിരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അബ്രഹാമിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയും അബ്രഹാം സ്വന്തം മകനെ യാഗം കഴിക്കാൻ എടുക്കുമ്പോൾ. അതുകൊണ്ട് എന്ത് ചെയ്തു? അബ്രഹാം ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തു? ആളുകളോട് അവിടെ നിന്നോളാനായിട്ട് പറഞ്ഞു. നിങ്ങൾ മാറ്റി നിർത്തി, ആളുകളെ അങ്ങോട്ട് അടുപ്പിച്ചില്ല. ആരെയും എന്ത് ചെയ്തില്ല? അടുപ്പിച്ചില്ല എന്നുള്ള കാര്യം അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താണ്? അവിടത്തോളം ചെന്ന് എന്താ പറഞ്ഞത്? ഞാൻ ആരാധിച്ചിട്ട് വരാം, ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. അപ്പൊ അബ്രഹാം ആരെയും വിളിക്കുന്നില്ല ആരാധനയ്ക്ക്, അല്ലേ? അവനും അവന്റെ ബാലനും മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവന് മുന്നോട്ട് പോവാണ്, അല്ലേ? അവരെ വിളിച്ചില്ല. അപ്പൊ അത്ര വലിയ വിശ്വാസം അബ്രഹാം പിതാവിന് ഉണ്ട് എന്നുള്ളതാണ്. ആരെയും വിളിക്കാതെ താൻ ആരാധിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ്? 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഉൽപ്പത്തി പുസ്തകം 22:6 രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ്? മകന്റെ ചുമലില് എന്ത് വെച്ചു? ഈ യാഗത്തിനുള്ള വിറകെടുത്തു വെച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതാണ്. അപ്പൊ ഭാരം ചുമക്കുവാനായിട്ട് എന്താണ്? ചെറിയ കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഭാരം ചുമക്കാനുള്ള കഴിയുമായിരുന്നു കുട്ടിക്ക്. സംഭവിക്കുന്നത് എന്താണെന്ന് അവനും അറിയാമായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ അവനറിയാൻ കഴിയുമോ? അവനറിയത്തില്ലായിരിക്കാം, അല്ലേ? എന്താണ് അവനോട്? ആ പൈതലിനൊന്നും അറിയില്ല. കാരണം കൊച്ചു പയ്യനാണ്, അവനൊന്നും അറിയത്തില്ല. കാരണം അവൻ എന്ത് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവ് കാൽവരിയിലോട് ക്രൂശും ചുമന്നുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് നമുക്കറിയാം, അല്ലേ? കർത്താവ് യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു കർത്താവ് ക്രൂശ് ചുമന്നുകൊണ്ട് പോകുക, അല്ലേ? അതിന് സമാനമായിട്ടാണ് ഇവിടെ അബ്രഹാം എന്ത് ചെയ്തു? തൻ്റെ മകന്റെ തോളിൽ എന്ത് ചെയ്യുന്നു? വിറക് വയ്ക്കുന്നു. യാഗത്തിനുള്ള വിറക് വയ്ക്കുന്നതായിട്ട് ഇവിടെ നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്താണ്? മകന്റെ ചുമലി വെച്ചു, തീയും കത്തിയും താൻ എടുത്തു, ഇരുവരും ഒന്നിച്ച് നടന്നു, അല്ലേ? തീ വേണം, കത്തി വേണം, അതുപോലെ തന്നെ അവര് എന്ത് ചെയ്തു? ഇതെല്ലാം എടുത്തു, വേണ്ട സാധനങ്ങളൊക്കെ അവരെടുത്തു. ഇരുവരും എന്ത് ചെയ്തു? അവർ രണ്ടുപേരും ഒന്നിച്ച് നടന്നു. അപ്പോൾ ഇസ്ഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു അല്ലേ? എന്താകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തി. മകനെ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകും ഉണ്ട്, എന്നാൽ ഹോമയാഗത്തിലുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന് ചോദിച്ചു. അപ്പം ഇസ്ഹാക്കിന് അറിയില്ല തന്നെയാണ് യാഗം കഴിക്കാനായിട്ട് പോകുന്നതെന്ന്. അവന് യാതൊരു അറിവുമില്ല. അബ്രഹാമോട്ട് പറയത്തില്ല. പറഞ്ഞാൽ അവൻ നിന്ന് തരുമോ? അവൻ നിന്ന് കൊടുക്കത്തില്ല. അവൻ കൊച്ചു പയ്യനാ, അവന് പേടിയാ. അവൻ നിന്ന് കൊടുക്കുമോ? ഇതൊക്കെ അവനൊരിക്കലും നിന്ന് കൊടുക്കത്തില്ല. അവൻ കൊച്ചു പയ്യനാണ്. അവനോട് അങ്ങനെ ചെയ്യുവാനായിട്ട് ആർക്കെങ്കിലും കഴിയുമോ? സ്വന്തം അപ്പന്മാർക്ക് കഴിയുമോ? പക്ഷെ അബ്രഹാമിന്റെ വിശ്വാസം അത്ര വലുതാണ്. സ്വന്തം മകനെ യാഗം കഴിക്കുവാനുള്ള തൻ്റെ വിശ്വാസം എത്രയോ വലുതാണല്ലേ? സ്വന്തം മകനെ, അല്ലേ? സ്വന്തം ചോരയിൽ ജനിച്ച മകനെ യാഗം കഴിക്കാനായിട്ട് പോകുമ്പോൾ തൻ്റെ മനസ്സ് എന്തായിരിക്കും, അല്ലെ? ദൈവം പറഞ്ഞതനുസരിക്കുകയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ദൈവം അതിനുള്ള പരിഹാരവും കണ്ടിട്ടുണ്ട്. പരിഹാരം ദൈവം തന്നു. അതിനുള്ള പരിഹാരവും ദൈവത്തിന്റെ പക്കലുണ്ട് എന്ന് അബ്രഹാമിന് അറിയാം. അതുകൊണ്ട് തന്നെ അബ്രഹാം എന്ത് ചെയ്തു? ദൈവത്തിൽ മാറാതെ വിശ്വസിച്ചു. അതാണ് അബ്രഹാമിന് അനുഗ്രഹമായി തീരുന്നത്. ശ്രദ്ധിക്കണം, നമ്മൾ മുന്നോട്ട് വായിക്കുകയാണ്. മുന്നോട്ട് വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ആ കുട്ടി ചോദിക്കുകയാണ്, തീയും വിറവും ഉണ്ട്, ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. അവന് ബുദ്ധിയുണ്ട്. പയ്യൻ പറയുകയാണ്, എന്താണ്? ആട്ടിൻകുട്ടി എവിടെ, അല്ലേ? ആട്ടിൻകുട്ടി എവിടെയെന്ന് ചോദിച്ചു,
ആ ബുദ്ധിപൂർവ്വം ചോദിച്ചു, ആട്ടുകുട്ടി ഇല്ലല്ലോ, പിന്നെ എങ്ങനെ യാഗം നിർത്തുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അടുത്ത വാക്യത്തിൽ അബ്രഹാം അതിനുള്ള മറുപടി കൊടുക്കുന്നത് ശ്രദ്ധിക്കണം. ആട്ടിൻകുട്ടി അല്ലെ, ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. അപ്പൊ ദൈവം നോക്കിക്കൊള്ളുമെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ ദൈവം ഒരുക്കിക്കൊള്ളും എന്ന് മകനോട് പറയുകയാണ് അല്ലേ. അല്ലാതെ വേറെ നിർത്തിയില്ല. കാരണം അത് യാഗം കഴിക്കണമെങ്കിൽ ആട്ടുകുട്ടി വേണമെന്നൊക്കെ അവൻ അറിയാം, അവനുള്ള ബുദ്ധിയൊക്കെ ആ പയ്യന് ഉണ്ട്. അപ്പം അവൻ പറഞ്ഞു ആട്ടുകുട്ടി വേണമല്ലോ, അങ്ങനെ അല്ലാതെ എങ്ങനെ യാഗം കഴിച്ചത്, ദൈവം ഒരുക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അബ്രഹാം അത് മാറ്റിവിടുകയാണ്. മകനെ എന്ന് പറഞ്ഞ് അബ്രഹാം പറഞ്ഞു. അങ്ങനെ ഇരുവരും എന്ത് ചെയ്തു, ഒന്നിച്ച് നടന്നു. ഇതെല്ലാം പറഞ്ഞ അബ്രഹാമും മകനോട് ഒന്നിച്ച് നടക്കുകയാണ്. 30-ാമത്തെ വാക്യത്തിൽ എഴുതിയ ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവരെത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു. ദൈവം എന്ത് ചെയ്തു, ദൈവത്തിന് വേണ്ടി ഒരു യാഗപീഠം പണിതു എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പം കാരണം നമ്മളത് മനസ്സിലാക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10:18 നമ്മൾ വായിക്കുമ്പം 10:18 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 18-ാമത്തെ വാക്യത്തിൽ ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിങ്കൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പൊ എന്താണ്, കർത്താവിന്റെ അടുക്ക വരുന്നവന് എന്ത് ചെയ്യത്തില്ല, കർത്താവ് തള്ളിക്കളയുന്നവനല്ല, ആരും അതിനെ എടുത്തുകൊണ്ട് പോവുകയല്ല അല്ലേ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ദൈവം മറന്നു കളയുന്ന ദൈവമല്ല, അവൻ നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ് അല്ലേ, നമ്മളെ സഹായിക്കുന്ന ദൈവമാണ് എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോ യാഗപീഠം പണിതു, വിറകടുക്കി, തൻ്റെ മകൻ ഇസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്റെ മേൽ വിറകിന്മേൽ കിടത്തി. വിറകിന്മേൽ എന്ത് ചെയ്തു, കിടത്തി എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. പണിതു, വിറക് അടുക്കി, തൻ്റെ മകൻ ഇസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മേൽ കിടത്തി. അപ്പൊ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, ആ പയ്യൻ സമ്മതിച്ചോ അല്ലെ, ആ കൊച്ച് സമ്മതിച്ചോ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അബ്രഹാം ബലമായിട്ടായിരിക്കും കൈയൊക്കെ പിടിച്ച് കെട്ടിയത്, അവൻ സമ്മതിച്ച് കാണത്തില്ല. കൊച്ചു പിള്ളേരാണെങ്കിൽ ചിലപ്പം കരയും. അപ്പൊ എന്തായി കാണിക്കുന്നല്ലേ, നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആ പയ്യൻ ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ എങ്കിലും അബ്രഹാം അവനെ ബലമായിട്ട് കെട്ടിക്കാണും അല്ലേ, ബലമായിട്ട് പിടിച്ച് അവനെ കെട്ടി അല്ലേ. എൻ്റെ മകൻ വിറകിന്മേൽ കിടത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. വിറകിന്മേൽ കിടത്തി. പിന്നെ അബ്രഹാം കൈ നീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. അപ്പൊ അബ്രഹാമിന്റെ ഒരു മനസ്സല്ലേ, ദൈവത്തിന് വേണ്ടി ദൈവം പറഞ്ഞാൽ അതേപോലെ അനുസരിക്കുവാൻ തയ്യാറാണ് എന്ന് താന് അതിലൂടെ വെളിപ്പെടുത്തുകയാണ് പ്രിയ സഹോദരങ്ങളെ അല്ലേ. അബ്രഹാമിന്റെ വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അത്രയും വിശ്വാസം നമുക്ക് ആർക്കും ഇല്ല. അത് അബ്രഹാം പിതാവിന് മാത്രമേ ഉള്ളൂ അല്ലേ. 100-ാമത്തെ വയസ്സിൽ തന്നു എന്ന ഒരു കുഞ്ഞിനെ താന് ബലമായിട്ട് പിടിച്ച് കിടത്തി കാണും. അതിനെ ബലമായിട്ട് പിടിച്ച് യാഗപീഠത്തിന്മേൽ പിടിച്ച് കിടത്തി, വിറകും എല്ലാം വെച്ച് വെട്ടാനായിട്ട് കത്തി എടുത്തെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അബ്രഹാമിന്റെ വിശ്വാസം അല്ലേ, ഭയങ്കരമായ വിശ്വാസം. ഇന്നത്തെ ഒരു പിതാക്കന്മാർക്കും അത് സാധിക്കുകയില്ല. ദൈവം പറഞ്ഞ ഉടനെ അങ്ങനെ കേൾക്കാനും അങ്ങനെ ചെയ്യുവാനും ഒരു പിതാവിനും ഈ ലോകത്ത് കഴിയില്ല. പക്ഷെ അബ്രഹാമിന് കഴിഞ്ഞു. ശ്രദ്ധിക്കണേ, ദൈവത്തെ അനുസരിക്കുന്ന ഒരു മകനായ അബ്രഹാം ഭൂമിയിൽ ജീവിച്ചു അല്ലേ. തൻ്റെ ഭാഗത്ത് ചില പാകപ്പിഴകളൊക്കെ ഉണ്ടെങ്കിലും, തെറ്റുകൾ ഉണ്ടെങ്കിലും, അതൊക്കെ ഉണ്ടെങ്കിലും അബ്രഹാം കേട്ട വാക്കിന്, കേട്ട ശബ്ദത്തിന് താൻ അനുസരണയുള്ളവനായി നിന്നു. അത് അവന്റെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, അവൻ നിങ്ങളെ സഹായിക്കുന്ന ദൈവമാണ് അല്ലേ. ദൈവം പറഞ്ഞതുപോലെ അറുക്കേണ്ടതിന്
കത്തിയെടുത്തു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉടനെ യഹോവയുടെ ദൂതൻ എന്ത് ചെയ്തു? ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആകാശവും ദൈവദൂതൻ പറഞ്ഞു, ആരെ? അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. അടുത്ത വാക്യത്തിൽ കൈ നീട്ടിയിരിക്കുക, വെട്ടാനായിട്ട് കൈ ഓങ്ങിയിരിക്കുകയാണ് പൈതലിന്റെ നേരെ, അല്ലെ? നമ്മളൊക്കെ ആണെങ്കിൽ കൈ വരച്ചിട്ടുണ്ടാകും, പക്ഷെ അബ്രഹാമിന്റെ കൈ പോലും വരച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്, അല്ലെ? അബ്രഹാം വെട്ടാൻ ഊരിങ്ങി തന്നെ നിൽക്കുക. അത് ശ്രദ്ധിക്കേണ്ട രംഗമായിരിക്കും. ചിലപ്പോൾ അബ്രഹാമിന്റെ കൈ വരച്ചിട്ടുണ്ടാകും, കാരണം കൊച്ചു പൈതലല്ലേ, ദൈവം തന്നതാണ്, നല്ലൊരു ജീവനല്ലേ. ചിലപ്പോൾ അവന്റെ കൈ വരച്ചിട്ടുണ്ടാവാം, അല്ലെ? വെട്ടാൻ ഊങ്ങുമ്പോൾ കൈ വരച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ഭാവനയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കൈ വിറച്ചിട്ടുണ്ടാകും അബ്രഹാമിന്റെ. വരച്ചായിരിക്കാം ചിലപ്പോൾ അവൻ വെട്ടുന്നത്, കാരണം പ്രായമുള്ള മനുഷ്യന് 100 വയസ്സ് മേളിലുണ്ട്, അല്ലേ? കൈ വിറച്ചായിരിക്കാം വെട്ടാൻ ഓങ്ങുന്നത്. ചിലപ്പോൾ അവൻ വെട്ടാൻ തന്നെ ഓങ്ങിയായിരിക്കാം വെട്ടുന്നത്, അല്ലേ? അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അവന്റെ ആ വിശ്വാസം ഇത്ര വലുതാണ്, അല്ലേ? എനിക്ക് തോന്നുന്നില്ല അവന്റെ വിശ്വാസം ഇത്ര വലുതാണെങ്കിൽ കൈ വിറച്ചിട്ടുണ്ടാവില്ല, അബ്രഹാമിന്റെ കൈ വിറച്ചിട്ടുണ്ടാവില്ല. ദൈവം പറയുന്നത് അനുസരിക്കുവാൻ താൻ തയ്യാറായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അടുത്ത വാക്യത്തിൽ ദൈവദൂതൻ അബ്രാമേ അബ്രാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോഴും അവൻ പറഞ്ഞു, ഞാൻ ഇതാ എന്ന് പറഞ്ഞു, അല്ലെ? ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അടുത്ത വാക്യത്തിൽ, 12ാമത്തെ വാക്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അബ്രഹാമിന്റെ കൈ ഒരിക്കലും വരച്ചില്ല. വെട്ടുവാനായിട്ട് നിന്ന കൈ ഓങ്ങുമ്പോൾ തന്നെ ദൈവദൂതന്റെ ശബ്ദം ആകാശത്തു നിന്നും അവൻ കേട്ടു എന്നാണ് അവൻ കേൾക്കുന്നത്, അല്ലേ? ദൈവശബ്ദം. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അല്ലേ? ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അവന്റെ വിശ്വാസം വലുതാണ്. അവനോട് ഒന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളിച്ചു, അല്ലേ? അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായ അബ്രഹാമിന് ദൈവം ഒരുക്കി തീർക്കുന്ന അനുഗ്രഹങ്ങൾ, അല്ലേ? അവന്റെ ഏകജാതനായ പുത്രനെ യാഗം കഴിക്കുവാൻ തയ്യാറായപ്പോൾ തന്നെ സ്വർഗം സന്തോഷിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ദൈവത്തെ അനുഗ്രഹിക്കുമ്പോൾ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ദൈവം പറയുന്നത് നിങ്ങൾ അനുസരിക്കുമ്പോൾ എന്താണ്? അത് കേൾക്കുവാനായി നമ്മൾ ഒരുങ്ങണം. അബ്രഹാമിനെ പോലെ, അല്ലേ? അബ്രഹാമിനെ പോലെ കേൾക്കുന്നവരായിരിക്കണം. എപ്പോഴും കേൾക്കണം. അബ്രഹാം എന്തു പറയുന്നു എന്ന് കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, അബ്രഹാമിന്റെ വെളിയിൽ തന്നെ ഞാനിതാ ഇവിടെ ഉണ്ട് എന്ന് അബ്രഹാം തയ്യാറായി, അല്ലേ? കാരണം ദൈവദൂതൻ വലിയൊരു കാര്യം പറയുന്നത്, മകനെ തരുവാൻ നീ മടിക്കായതുകൊണ്ട് നീ ദൈവത്തെ എന്ത് ചെയ്യുന്നു? ഭയപ്പെടുന്നു. അല്ലേ? ഭയപ്പെടുന്നു. ദൈവത്തെ ഭയമുണ്ട് നിനക്ക്, അല്ലേ? ദൈവത്തിനോടുള്ള ഭയം നമുക്കുണ്ടാകണം. ഭയമുണ്ടാകണം, അനുസരണം ഉണ്ടാകണം. ഇത് രണ്ടുമില്ലെങ്കിൽ വലിയ പാടാണ് ജീവിതത്തിൽ. ദൈവത്തെ ഭയവും വേണം, അനുസരണയും വേണം. ഇത് രണ്ടും ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ത് ചെയ്യും? കുഴഞ്ഞു പോകും,
താളപ്പയലായി പോകും അല്ലേ? അതാണ് നമ്മൾ ലോത്തിന്റെ ജീവിതത്തിൽ പഠിച്ചത്. ലോത്ത് തീരെ അനുസരിക്കുന്നവനായിരുന്നില്ല. ലോത്തിൻ്റെതായ തീരുമാനങ്ങൾ ലോത്തിനുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചു അതിനെക്കുറിച്ചല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? അനുസരിക്കുവാൻ തയ്യാറായ അബ്രഹാമിനെ മാനിക്കുന്ന ദൈവമായിരുന്നു അബ്രഹാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ഏക സത്യ ദൈവം അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോ നീ മടിക്കാഞ്ഞത് കൊണ്ട്, അപ്പം അബ്രഹാമിന് തീരെ മടിയില്ല അല്ലേ? അബ്രഹാമിന്റെ കൈയും വിറച്ചിട്ടില്ല. ആ മടിയില്ലായ്മ അവിടെ വ്യക്തമാക്കുന്ന കാര്യം എന്താണ്? മടിയില്ലായ്മ വ്യക്തമാക്കുന്ന പ്രധാനമായ കാര്യം എന്താണ്? അബ്രഹാം മടിയില്ല എന്നാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. അബ്രഹാമിന്റെ കൈ ഒരു ശകലം പോലും വറച്ചു കാണത്തില്ല അല്ലേ? അതായിരിക്കാം അബ്രഹാം തയ്യാറായിരുന്നു ദൈവം പറയുന്നത് കേൾക്കുവാൻ, ദൈവം പറയുന്നത് അനുസരിക്കുവാൻ. അപ്പോൾ തന്നെ സ്വർഗം സന്തോഷിക്കാൻ തുടങ്ങി അല്ലേ? സ്വർഗം സന്തോഷിച്ചു തൻ്റെ ഭക്തനെ നോക്കി. നിങ്ങളും ഇതുപോലെയാണെങ്കിൽ സ്വർഗം നിങ്ങളെ നോക്കി സന്തോഷിക്കും. സ്വർഗം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടും. ദൈവം നിങ്ങളെ മുമ്പിൽ വെളിപ്പെട്ടു വരും, നിങ്ങളെ സഹായിക്കും. അബ്രഹാമിനെ സഹായിച്ച പോലെ അല്ലേ? അബ്രഹാമിനെ മറന്നോ? മറന്നില്ല. അബ്രഹാമിനെ തേടി നടന്ന്, അല്ലെങ്കിൽ അബ്രഹാമിന്റെ കൂടെ ഇരുന്ന് അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കാൻ ശക്തനാണ് എന്ന് വീണ്ടും വീണ്ടും അവൻ തെളിയിക്കുന്നു വചനത്തിലൂടെ അല്ലേ? അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? അബ്രഹാം ഒരിക്കലും എന്ത് ചെയ്തില്ല? മടിച്ചില്ല, മടിയില്ല അല്ലേ? അതുകൊണ്ടാണ് അധികാലത്ത് എഴുന്നേറ്റ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തനിക്ക് മടിയില്ല, താൻ പുറകോട്ട് മാറിയില്ല. താൻ ഒരു കാര്യം ചെയ്യുവാൻ തീരുമാനിച്ചു, അതതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ അവന് കഴിഞ്ഞു. അതവൻ അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവം അല്ലേ? ബാലന്റെ മേൽ കൈവയ്ക്കരുത്, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവന് ഒന്നും ചെയ്യരുത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവനെ ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ എന്ത് ചെയ്യുന്നു? ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അരുളി ചെയ്തു. 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്തൊരാട്ടുംകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു അല്ലേ? അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോ എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു ആട്ടുംകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുംകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അപ്പൊ ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്ന് മകനോട് പറഞ്ഞു. അതുപോലെ തന്നെ അല്ലേ, അബ്രഹാമിലെ പ്രവാചകൻ ഉണ്ടെന്നു എന്നുള്ളതാണ്. അപ്പൊ അബ്രഹാമിലൊരു പ്രവാചകൻ ഉണ്ടെന്ന് ദൈവം നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു അല്ലെ? രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നേരത്തെ തന്നെ രാജാവിനോട് പറഞ്ഞു, അവൻ എൻ്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അബ്രഹാം പൈതലിനോട് പറഞ്ഞു, അത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. തന്നിലൊരു പ്രവാചകൻ ചലിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രവാചകൻ ചലിക്കുന്നുണ്ട്. അബ്രഹാമിലൊരു പ്രവാചകൻ ചലിക്കുന്നു. ആ പ്രവാചകൻ പറഞ്ഞതുപോലെ സംഭവിച്ചു അല്ലേ? ദൈവത്തിന്റെ പ്രവാചകനാണ് അബ്രഹാം അല്ലേ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 7 ബ്ലെസ്സിങ്സുകളിൽ അല്ലേ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു പ്രവാചകൻ അബ്രഹാമിൽ ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവം നിങ്ങളെ അറിയിക്കാതെ ഒന്നും ചെയ്യല. എല്ലാം അറിയിച്ചുകൊണ്ട് എല്ലാം നിങ്ങളെ അറിയിച്ച ദൈവം ചെയ്യത്തുള്ളൂ. കാരണം ദൈവത്തിന്റെ ഭക്തൻ ഒരു പ്രവാചകൻ കൂടിയാണ്. അക്കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ദൈവത്തിന്റെ ഭക്തൻ, ദൈവത്തിന് വേണ്ടി ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തി ഒരു പ്രവാചകൻ കൂടിയാണ്. അല്ലെങ്കിൽ ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ദൈവം നിങ്ങളെ എല്ലാം അറിയിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. അബ്രഹാമിനെ അറിയിച്ചതുപോലെ നിങ്ങളെ അറിയിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്തത്? മറന്നു പോകരുത്. വചനം അതാണ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ
എന്താണ്? ബാലിന്റെ മേലെ കൈവെക്കരുതെന്ന് പറഞ്ഞു. തല തുറത്തി നോക്കിയപ്പോ ഒരാട്ടിൻകൊറ്റൻ കൊമ്പുകാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടിൻകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരഹോമയാഗം കഴിച്ചു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തന്റെ മകന് പകരം ആ ആട്ടിൻകൊറ്റനെ എന്ത് ചെയ്തു? അല്ലേ? ആട്ടിൻകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരേ എന്ന പേര് ഇട്ടു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. യഹോവ ഈരേ എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവം കരുതിക്കൊള്ളും എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? ദൈവത്തിന്റെ തന്നെ അത് മറ്റൊരു പേരാണത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, ദൈവം കരുതിക്കൊള്ളും, അല്ലെ? അബ്രഹാമിന്റെ പ്രവാചകൻ, അല്ലെങ്കിൽ അബ്രഹാമിൽ ഒരു ജീവിക്കുന്ന പ്രവാചകൻ ഉണരാൻ തുടങ്ങി. ദൈവം കരുതിക്കൊള്ളും, അല്ലെ? മകനോട് പറഞ്ഞ അങ്ങനെയാണ്, ആടിനെ അല്ലെങ്കിൽ ആട്ടിൻകൊറ്റനെ ദൈവം കരുതിക്കൊള്ളും. കാരണം കണ്ണിലുള്ള പ്രവാചകൻ ചലിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. ദൈവത്തെ അനുസരിക്കുന്ന ദൈവത്തിന്റെ ഭക്തൻ ഒരു പ്രവാചകൻ കൂടിയാണ് എന്നുള്ള കാര്യം വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അപ്പോ അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ദൈവത്തെ അനുസരിച്ചു, ദൈവത്തെ മറന്നു കളഞ്ഞില്ല. അതുകൊണ്ട് ദൈവം അവന് വേണ്ടി കരുതി. അതുകൊണ്ട് യഹോവ ഈരേ എന്ന പേര് എന്ത് ചെയ്തു? ആ സ്ഥലത്തിന് പേരിട്ടു, അല്ലേ? അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും. എന്താണ്? അപ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? അവിടെ യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു, അല്ലേ? അവിടെയാണ് ദൈവം അവന് പ്രത്യക്ഷനായി ബാലിന്റെ മേൽ കൈവെക്കരുത്. യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളിച്ചെയ്തു, നീ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. അല്ലേ? ആ ഏക ദൈവത്തെ, ഏക സത്യ ദൈവത്തെ താൻ അനുസരിച്ചപ്പോൾ, അല്ലേ? ആദ്യം പറഞ്ഞു ഭയപ്പെട്ടു, രണ്ട് അനുസരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അതിനും തനിക്ക് മടിയുണ്ടായിരുന്നില്ല. ആ മടിയില്ലായ്മ തന്നെ എന്ത് ചെയ്തു? ഐശ്വര്യമായിട്ട് അങ്ങ് അനുഗ്രഹിച്ചു, അല്ലേ? ഐശ്വര്യമായിട്ട്, അല്ലേ? അതാണ് 7 ബ്ലെസ്സിങ്സുകൾ, അല്ലേ? കാരണം ദൈവനെ അനുഗ്രഹിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നിങ്ങൾ ഇതുപോലെ അനുസരിക്കുവാൻ, ദൈവം പറയുന്നത് കേൾക്കുവാൻ തയ്യാറായാൽ അവൻ നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതാണ് ദൈവത്തിന്റെ വാഗ്ദത്വം എന്ന് പറയുന്നത്. അടുത്ത വാക്യത്തിൽ എഴുതുകയാണ്, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. ദൈവം അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. അനുസരിച്ചത് കൊണ്ട്, അല്ലേ? അനുസരിച്ച് ഭയപ്പെട്ട് ജീവിച്ചത് കൊണ്ട് എന്താണ്? സന്തതിയെ. പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എങ്ങനെയാണ്? ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെ മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ
ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അല്ലേ, നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ, അബ്രഹാമിലൂടെ അല്ലേ. ഗലാത്യരുടെ ലേഖനം 3-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഗലാത്യരുടെ ലേഖനം 3-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികളത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിയുവിൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് ഗലാത്യർക്ക് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. അപ്പൊ അബ്രഹാമിലൂടെ സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടും. അതാണ് അബ്രഹാമിന്റെ 7 ബ്ലെസ്സിങ്സുകൾക്കുള്ള പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. അപ്പൊ 7 ബ്ലെസ്സിങ്സുകൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. അബ്രഹാമിന് ദൈവം നൽകിയ 7 ബ്ലെസ്സിങ്സ് വളരെ പ്രധാനപ്പെട്ടവ തന്നെയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് നമ്മളുടെ അനുഗ്രഹം കൂടിയാണ്. വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും അവൻ ഇവ നൽകുന്നു എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അബ്രഹാമിനോട് പറഞ്ഞു, ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടണമെന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതൊരു ഭാഗ്യവാനല്ലേ. യഹോവയെ ദൈവം എന്ത് ചെയ്യുന്നു? സത്യം ചെയ്തിരിക്കുകയാണ് അല്ലേ. നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ഇങ്ങനെ വലിയ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അവൻ നമുക്ക് ചില അനുഗ്രഹങ്ങൾ ചെയ്യുമ്പോൾ അവൻ എന്ത് ചെയ്യും? സത്യം കൂടെ ചെയ്യും. അവൻ ഒരിക്കലും ഒരു അസത്യവാദിയല്ല നമ്മുടെ കർത്താവ് അല്ലേ. നമ്മുടെ ദൈവം ഒരിക്കലും അസത്യവാദിയല്ല. അവന് അസത്യങ്ങളൊന്നും പറയില്ല, സത്യം മാത്രമേ പറയത്തുള്ളൂ, വേറെ ഒന്നും അവൻ പറയത്തില്ല. അതുകൊണ്ടാണ് സത്യേക ദൈവം എന്ന അവനെ നമ്മൾ വിളിക്കുന്നത് അല്ലേ. ആ ദൈവത്തെയാണ് നമ്മൾ ഈ കാലങ്ങളിൽ ആരാധിച്ചു വരുന്നത്. ആ ദൈവം നമ്മളെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മറക്കുന്ന ദൈവമല്ല. അവൻ കരുതുന്ന ദൈവമാണ്. യഹോവ ഈരേ എന്ന വാക്ക് അവിടെ രേഖപ്പെടുത്തിയെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ അനുഗ്രഹിക്കപ്പെടുവാനാണ്. നിങ്ങൾക്കെന്ന് പ്രിയ ജനമേ, നിങ്ങൾ ആ ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചതുപോലെ ഒന്ന് കൊടുത്തു നോക്കി. അവൻ നിങ്ങളെ മാനിക്കുന്ന ദൈവമാണ്, മറക്കുന്ന ദൈവമല്ല. യഹോവ ഈരേ, അവൻ കരുതിക്കൊള്ളും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ മറന്നു പോകരുത് അവന്റെ വാഗ്ദത്തങ്ങൾ അല്ലെ. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം മടിക്കാതെയുള്ള വിശ്വാസം അല്ലെ. അവൻ മടിയില്ലായിരുന്നു. ദൈവം പറഞ്ഞത് ഉവ്വ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ട് അനുസരിക്കുവാൻ താൻ തയ്യാറായപ്പോൾ അത് നീതിയായി കണക്കിട്ട സ്വർഗം അവന് വേണ്ടി വലിയ ഒരുക്കി, അവനെ അനുഗ്രഹിച്ചു, അവനെ മാനിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അനേകർക്ക് അവനൊരു അനുഗ്രഹമായി. എന്ന് അബ്രഹാമിന്റെ പേര് കേട്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം അല്ലെ. അബ്രഹാമിന്റെ പേര്, അബ്രഹാം പിതാവിന്റെ പേര് എല്ലാവർക്കും അറിയാം അല്ലേ. ലോകം മൊത്തമുള്ള ആളുകൾക്കും അബ്രഹാമിനെ കുറിച്ച് അറിയാം. എന്തുകൊണ്ടാ? ഏക സത്യ ദൈവത്തെ ആരാധിച്ചത് കൊണ്ടാണ്. ഏക സത്യദൈവത്തെ പഴയ തലമുറയ്ക്കും ഇന്നത്തെ തലമുറയ്ക്കും അവനെ അറിയാവുന്നതിന് കാരണം എന്താണ്? ഏക സത്യദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ്. ആ ഏക സത്യദൈവത്തിൽ തന്നെ അവൻ ആഴമായി വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടു, അവനെ അനുഗ്രഹിച്ചു, അവനെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചു. നിങ്ങളെയും അനുഗ്രഹിക്കും. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തന്നെ. അങ്ങനെ തന്നെയാണ് ഈ ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത്. ആദ്യം മുതൽക്കേ അത് അങ്ങനെ തന്നെയാണ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്.
നമ്മൾ ഏക സത്യ ദൈവ വിശ്വാസികളാണെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കും. അല്ലേ? ത്രിമൂർത്തി ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. 3 വ്യക്തികൾ കൂടുന്ന ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ഏക സത്യ ദൈവം, ഏകനായി നിന്ന് മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവം നമ്മളെ മറക്കുന്ന ദൈവമല്ല, അവൻ നമ്മെ കരുതുന്ന ദൈവമാണ്. തൃത്വമൊന്നുമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ഏകനാണ്. ഏകനായി നിന്ന് മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് പോകാൻ കഴിഞ്ഞ ആ ദൈവം നമ്മളെ ആദരിക്കും. അബ്രഹാം പിതാവിനെ ആദരിച്ച ദൈവം നിങ്ങളെയും ആദരിക്കും. അല്ലേ? അബ്രഹാമിനെ ആദരിച്ചു. അല്ലേ? ആ അബ്രഹാമിന്റെ മക്കളാണ് ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനം ഇന്ന് നശിക്കാതെ നിൽക്കുന്നതിന് കാരണം എന്താ? ഈ അബ്രഹാം പിതാവിനോട് കൊടുത്ത വാഗ്ദത്തമാകും. അവന്റെ അനുഗ്രഹങ്ങൾക്കെല്ലാം ഈ അനുസരണയും ഭയവുമാണ് അവനെ ദൈവം മാനിച്ചത്. അപ്പോൾ വചനം കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഏക സത്യ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഈ വചനവുമായി എല്ലാവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ അടിയനെ ദൈവം ബലപ്പെടുത്തി കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. അതുപോലെ തന്നെ ഇതിൽ അഡ്മിന്മാരായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവർക്കും പൂർണ്ണമായ സൗഖ്യം വിടുതലും എൻ്റെ കർത്താവ് കൽപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദേശത്തെ അനുഗ്രഹിക്കണം, ചുറ്റുപാടുകളെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലിയെ നൽകണം, ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഒരു നേരത്തേക്ക് ആഹാരം പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന അനേകരെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അവർക്കുള്ള വഴിയും വാതിലുകളും എൻ്റെ കർത്താവ് തുറന്നു കൊടുക്കണം. അല്ലേ കർത്താവേ, അവിടുന്ന് തുറന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണം. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ട സ്തോത്രം. മാനം മഹത്വം വെച്ചിട്ട് എല്ലാം യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമം തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം.